ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന് ഈ അടുത്ത കാലത്ത് ഇത്രയേറെ അപമാനിതമാകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ BJPയുടെ മുഖച്ഛായ മാറ്റുന്നതിനും പ്രവർത്തനം വളരെയേറെ സജീവമാക്കുന്നതിനു വേണ്ടിയാണ് ഈ അടുത്ത കാലത്തെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷനായി മുൻ മന്ത്രി കൂടിയായിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരെ നിയമിച്ചത്. കെ സുരേന്ദ്രൻ വർഷങ്ങളായി ഇവിടെ BJPക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് അത് ശരിയാവുകയില്ല, കുറെ കൂടെ കേരളത്തിൽ BJPയുടെ പ്രവർത്തനം സജീവമാക്കേണ്ടതുണ്ട് എന്ന കേന്ദ്ര തീരുമാനപ്രകാരം ഈ രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ചില്ലറ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വളരെ കൗതുകകരമായ, വളരെ രസകരമായ, അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ വരുന്ന ജൂൺ മാസം 19-ാം തീയതി നിലമ്പൂർ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥികളെ ഇല്ല എന്നുള്ളത്. BJP ഇപ്പോൾ ആശ്ചര്യമായി വല വീശിക്കൊണ്ട് നടക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഇതിൻ്റെ ഒരു ചെറിയ നാൾ വഴി നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയും കേരളത്തിലെ UDF ആകട്ടെ, LDF ആകട്ടെ, BJP ഉൾപ്പെടുന്ന NDA ആകട്ടെ പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം കേരളത്തിലെ നിയമസഭയ്ക്ക് ഇനി 10 മാസത്തിലോളം ഉള്ള കാലാവധി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഒരു രാഷ്ട്രീയ കക്ഷിയും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊടുന്നനവേ ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പുറത്തുവിട്ടത്. അപ്പോൾ വളരെ സജീവമായി സ്വാഭാവികമായി ഈ കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികളായ LDFും UDFും അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ UDFിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തായി നിർണയിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ട് ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടും LDFും ഇതുപോലെ ഒരു വൈതരണിയിൽക്കിട്ട് അലയുകയാണ്. അവര് ഇതുവരെയും സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വെള്ളിയാഴ്ച, അതായത് 30-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. അവരുടെ ഇടയിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ല എന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ എപ്പോഴും UDFിനേക്കാൾ മുൻപേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു ചരിത്രമാണ് LDFിനുള്ളത്. അവർ യഥാർത്ഥത്തിൽ നോക്കിക്കൊണ്ടിരുന്നത് UDFിൽ നിന്ന് ആരെങ്കിലും കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവർ മറ്റ് പലയിടങ്ങളിലും പരീക്ഷിച്ചതുപോലെ ഇവിടെയും ഒരു UDF വിമതരെ കൊണ്ട് നിർത്തിക്കളയാം എന്നുള്ളതായിരുന്നു. അതാണല്ലോ അവർ, ആ അടവാണല്ലോ പാലക്കാട്ട് അവർ നടത്തിയത്. തലേ ദിവസം വരെ കോൺഗ്രസിന്റെ സജീവ സാങ്കേതിക വിഭാഗത്തിന്റെ ചുമതലയായിരുന്ന ഡോക്ടർ P. സരിൻ എന്ന ഒരാളിനെയാണല്ലോ കോൺഗ്രസിൽ നടത്തി പാലക്കാട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിർത്തി മത്സരിപ്പിച്ച് ദയനീയമായി തോൽപ്പിച്ചത്. 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു പാലക്കാട്. അതുപോലെ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർന്നു വീഴുന്നെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാകാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ കാത്തിരുന്നത് LDF. എന്നാൽ അവർക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവര് വളരെയേറെ ആഭ്യന്തരമായി ആശയക്കുഴപ്പത്തിലാണ് ആരെ നിർത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അതിനിടയിലാണ് BJP നേരത്തെ തന്നെ പറഞ്ഞു, വളരെ മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിൽ ഈ BJPയുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇതൊരു ഗൗരവമുള്ള തെരഞ്ഞെടുപ്പായി ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ച പദം ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ തന്നെ കാരണം അവിടെ നിയമസഭാ അംഗമായിരുന്ന PV അൻവർ എന്നയാൾ രാജിവെച്ചതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രാജിവെച്ചതും 10 മാസത്തേക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ അർത്ഥമില്ലാത്തതാണ്, പ്രാധാന്യമില്ലാത്തതാണ് എന്ന ഒരു മുൻകൂർ ജാമ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എടുത്തിരുന്നു. എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചോദ്യത്തിന് എങ്ങനെയായാലും നിങ്ങളൊരു രാഷ്ട്രീയ കക്ഷിയല്ലേ, അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ദോഷമല്ലേ എന്ന് വന്നപ്പോൾ, അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്നായാലും സ്ഥാനാർത്ഥിയെ ഇറക്കും, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും, ഞങ്ങൾ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടേണ്ടതായ ഒരു ദയനീയ അവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ടും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല.
അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ സ്ഥാനാർത്ഥിയാകാൻ ആരും തയ്യാറല്ല എന്നുള്ള ദയനീയമായ പരിതാപകരമായ ഒരവസ്ഥയിലാണ് BJP എത്തി നിന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ NDA മുന്നണിയാണ് അവിടെ മത്സരിക്കുന്നത്. സ്വാഭാവികമായി NDA മുന്നണി എന്ന് പറയുമ്പോൾ കേരളത്തിൽ BJP കഴിഞ്ഞാൽ ആ മുന്നണിയിലെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാണ്. അതിനകത്തെ അംഗസംഖ്യയും അതിനകത്തുള്ള ആളുകളുടെ എണ്ണവും ഒക്കെ എല്ലാവർക്കും അറിയാം. താരതമ്യേന ദുർബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ഒരു പ്രാദേശിക ഗ്രൂപ്പാണ് ഈ BDJS എന്ന് പറയുന്നത്. അവസാനം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി BDJS പറഞ്ഞു, അവരുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ഏൽക്കുകയാണ്, ഞങ്ങളാണ് മത്സരിക്കുന്നത് NDAക്ക് വേണ്ടി. BJP മത്സരിക്കുന്നില്ല, സാങ്കേതികമായ കാരണങ്ങളാൽ BJP മത്സരിക്കുന്നില്ല, എന്നാൽ ഞങ്ങൾ മത്സരിക്കുകയാണ് എന്ന് ഇദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പത്രസമ്മേളനം വരെ നടത്തി, പ്രഖ്യാപനം നടത്തി. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത BDJS ഇനി മത്സരിക്കുന്നില്ല, ഞങ്ങൾക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്തൊരു ദയനീയ അവസ്ഥയാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ കേരള ഘടകത്തിനുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പന്ത് BJPയുടെ കോർട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ കൗതുകകരമായ ഒരു വാർത്ത വരുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ MD രമേശ് മഞ്ചേരിയിൽ ചെന്ന് മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വനിതാ വക്കീലിനെ സമീപിച്ച് താങ്കൾക്ക് സ്ഥാനാർത്ഥിയാകാമെന്ന് അന്വേഷിച്ചത്. അതിൻ്റെ രസകരമായ ഭാഗം എന്ന് പറയുന്നത്, ഈ വനിത മലപ്പുറം DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ബീന ജോസഫ്, അഡ്വക്കേറ്റ് ബീന ജോസഫ്. അഡ്വക്കേറ്റ് ബീന ജോസഫിനെ മഞ്ചേരിയിൽ പോയി കണ്ട് ഈ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MD രമേശും ഒരു സുഹൃത്തും കൂടെ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി മത്സരിക്കാമോ, BJPയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കാമോ എന്ന് ചോദിച്ച വാർത്ത വന്നപ്പോൾ അവരാകപ്പാടെ വൈതരണിയിലായി. ആദ്യം ബീന ജോസഫ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചില്ലല്ലോ. എന്നാൽ അഡ്വക്കേറ്റ് ബീന ജോസഫിനോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, ശരിയാണ്, എന്നെ വന്ന് കണ്ടു, മഞ്ചേരിയിൽ എന്നെ വന്ന് ശ്രീ MD രമേശ് മറ്റൊരു സുഹൃത്തും കൂടെ വന്ന് കണ്ടു, അതൊരു കേസ് സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യുന്നതിനും കൂടിയാണ് വന്നത്. എന്നാൽ എന്നോട് ഈ കാര്യം ചോദിച്ചു എന്നവർ ഭംഗ്യന്തരേണ ബഹുമാനപ്പെട്ട VD സതീശനോട് സമ്മതിച്ചു. തുടരെ VD സതീശൻ പറഞ്ഞു, നിങ്ങളുടെ നിലപാട്, നിങ്ങൾ മത്സരിക്കുന്നില്ല എന്നുള്ളത് പൊതുവായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ അഡ്വക്കേറ്റ് ബീന ജോസഫ് പറഞ്ഞു, ഞാൻ ഒരു കാലത്തും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയില്ല, ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാട് ഷൗക്കത്തിന് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുകയാണ്, ഞാൻ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് അവർ തർക്കമില്ലാത്ത, സംശയമില്ലാത്ത ഭാഷയിൽ പൊതുസമൂഹത്തോടും അവരുടെ പാർട്ടിയോടും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും BJP വൈതരണിയിലാണ്. BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്ര ദയനീയമായ ഒരവസ്ഥയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷിക്ക് ജയിക്കാനോ ആ സാധ്യതയില്ലെങ്കിൽ പോലും അവർ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ അനിവാര്യതയാണ്. അതിന് പോലും തക്കതായി ഒരാളിനെ കണ്ടെത്താൻ BJPക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ BJPയുടെ തലപ്പത്തുണ്ടാക്കിയ മാറ്റവും മറ്റും എത്ര അർത്ഥശൂന്യമാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ സകല വല്ലഭനാണ്, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നയാളാണ്, ഒരു വൻ വ്യവസായിയാണ്, സാമ്പത്തികമായിട്ടൊക്കെ വളരെ നല്ല ഉയർന്നു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ BJP ഇവിടെ വലിയ ഒരു സ്വാധീനമൊക്കെ ചെലുത്തി ഈ പറയുന്ന സംസ്ഥാനത്താകെ തങ്ങളുടെ വ്യക്തിത്വം ഉയർത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം തന്നെ വന്ന് വീണ ഈ ഒരവസരം ആകെ കൂടി അദ്ദേഹത്തെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ചില മണിക്കൂറുകളായിട്ട് നിശബ്ദനാണ്. അദ്ദേഹത്തിന് സാധാരണ നമ്മൾ നാട്ടിൽ പറയുന്നത് പോലെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ഒരവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് മത്സരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവർ രാഷ്ട്രീയ കക്ഷിയല്ലേ. തോൽവിയോ വിജയമോ എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും അവർ വല വീശി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചുകൊണ്ട് വൈകാതെ കളത്തിൽ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തോട് തക്ക മറുപടി നൽകേണ്ടതായിട്ട് വരും, വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. കേരളത്തിലെ BJP നേതാക്കൾക്കൊക്കെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന്
മാധ്യമങ്ങളും പൊതുസമൂഹവും ചിത്രീകരിക്കും. അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു ദുർഗതിയിലെത്തി നിൽക്കുകയാണ് BJP. ഇനിയും താമസിയാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത വർഷം ആദ്യം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരും. അവിടെയൊക്കെ ഈ തരത്തിലുള്ള ഒരു സമീപനമാണ് BJP സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് ഇപ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ ആരെയെങ്കിലും കാലുമാറി കൊണ്ടുവരാൻ പറ്റുമോ എന്ന രീതിയിൽ വലവീഴ്ച നടക്കേണ്ടി വരുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഏതായാലും BJPക്ക് ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥ അത്യന്തം ശോചനീയമാണ്, ദയനീയമാണ്. അവരെങ്ങനെ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അവർ ഇനിയും സ്ഥാനാർത്ഥികളെ അന്വേഷിച്ചിങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. ഏതായാലും BJPക്ക് തന്നെ മത്സരിക്കേണ്ടതായിട്ട് വരും. നാമമാത്രമായിട്ടെങ്കിലും അവിടെ ഒരു മത്സരത്തിന് വേണ്ടി മത്സരിച്ചു എന്ന രീതിയിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായിട്ട് വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഏതായാലും BJPയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അസന്നിഗ്ധാവസ്ഥ രാഷ്ട്രീയ രംഗത്ത് പൊതുവെ ചർച്ചയായിരിക്കുന്നു. അവർക്കുണ്ടായിരിക്കുന്ന ഈ പറയുന്ന അപമാനവും വളരെ ഗൗരവമായി രാഷ്ട്രീയ വൃത്തങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം ഒരുപക്ഷെ അവരുടെ സ്ഥാനാർത്ഥി ആരെങ്കിലും ഒരാളെ അവർ തപ്പിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കും എന്ന് തന്നെ വേണം കരുതാൻ.